ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായിട്ടെത്തുന്ന കളങ്കാവൽ റിലീസിനൊരുങ്ങുന്നു. മമ്മൂട്ടി, വിനായകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കളങ്കാവലിന്റെ തിയേറ്റർ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിച്ചതായി മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ഓഗസ്റ്റ് മാസം ആദ്യ വാരം തന്നെ കളങ്കാവൽ തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ കൃത്യമായ റിലീസ് തീയതി ഒരു ടീസർ മുഖേന മൂവി ടീം ഉടൻ തന്നെ പുറത്തുവിടുകയും ചെയ്യും. ധനുഷ്, നാഗാർജുന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശേഖർ കമൂല സംവിധാനം ചെയ്ത കുബേര എന്ന ചിത്രം റിലീസിനെത്തി രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 130 കോടി രൂപയോളം ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. 70 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന കുബേര തിയേറ്ററുകളിൽ ആവറേജ് ഹിറ്റ് വിജയവും നേടിയിട്ടുണ്ട്. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. സോണി ലീവ് ആണ് നരിവേട്ടയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന ജൂലൈ 11 തീയതി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതിനിടയിൽ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. 15 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന നരിവേട്ടയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 28,95,00,000 രൂപയാണ്. നരിവേട്ട തിയേറ്ററുകളിൽ ആവറേജ് വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി എസ് മഹേഷ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു പീരീഡ് ആക്ഷൻ ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണ് കാളിയൻ. കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കാളിയനിൽ നിലവിൽ കാസ്റ്റിംഗ് വർക്കുകൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. പൃഥ്വിരാജും സത്യരാജും പ്രധാന വേഷങ്ങളിലെത്തുന്ന കാളിയന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വരുന്ന നവംബർ മാസം മുതൽ ആരംഭിക്കും. എന്നിരുന്നാൽ പോലും 2026 ജനുവരി മാസം മാത്രമേ പൃഥ്വിരാജ് സുകുമാരൻ കാളിയന്റെ ഷൂട്ടിംഗ് വർക്കുകളിൽ ജോയിൻ ചെയ്യുകയുള്ളൂ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവിയാണ് മാരീച്ചൻ. ഇപ്പോൾ മാരീച്ചന്റെ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 25 തീയതി മാരീച്ചൻ തിയേറ്ററുകളിലേക്ക് എത്തും. ദളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ. കഴിഞ്ഞ ദിവസം വിജയുടെ ജന്മദിനത്തിൽ ജനനായകനിൽ നിന്നും ഒരു ഗ്ലിംസ് വീഡിയോ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ ജനനായകന്റെ ഫസ്റ്റ് സിംഗിളും റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 5 തീയതിയാണ് സംവിധായകൻ എച്ച് വിനോദിന്റെ ജന്മദിനവും അതുപോലെ തന്നെ മലയാളികളുടെ സ്പെഷ്യൽ തിരുവോണവും. ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തി ജനനായകനിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഹനുമാൻ കൈൻഡ് ആലപിച്ച ഫസ്റ്റ് സിംഗിൾ റിലീസിന് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. മിഥുൻ മാനുവൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജയസൂര്യ, വിനായകൻ, സണ്ണി വെയിൻ, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആട് 3. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആട് 3യുടെ ചിത്രീകരണം മഴ കാരണം നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഈ ആഴ്ച അവസാനത്തോടുകൂടി സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാട് കവ എന്ന സ്ഥലത്താണ് ആട് 3യുടെ തുടർന്നുള്ള ചിത്രീകരണം നടക്കുക. ഒരു എപ്പിക് ഫാന്റസി ജോണറിൽ വമ്പൻ മുതൽ മുടക്കിൽ തയ്യാറാവുന്ന ആട് 3 നിർമ്മിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബുവും കാവ്യ ഫിലിംസിന് വേണ്ടി വേണു കുന്നപ്പള്ളിയും ചേർന്നാണ്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാൺ നായകനായിട്ടെത്തുന്ന ഹരിഹര വീരമല്ലു എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. പവൻ കല്യാൺ ആരാധകർക്ക് ആവേശം നൽകുന്ന തരത്തിലുള്ള ഒരു ട്രെയിലർ കട്ടാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. മുഗൾ സാമ്രാജ്യത്തിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന വീരമല്ലു എന്ന കഥാപാത്രമായി പവൻ കല്യാൺ എത്തുമ്പോൾ ഔറംഗസേബ് എന്ന കഥാപാത്രമായി ബോബി ഡിയോളും സിനിമയിൽ വേഷമിടുന്നുണ്ട്. മുഗൾ കാലഘട്ടത്തിൽ തന്നെ കൊഹിനൂർ രത്നത്തിനായി ഇവർ രണ്ടുപേരും നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണ് സിനിമയുടെ പ്രമേയം. ഈ വരുന്ന ജൂലൈ 24 തീയതി പാനീന് റിലീസായി ഹരിഹര വീരമല്ലു തിയേറ്ററുകളിലേക്ക് എത്തും. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ റിലീസിനെത്തിക്കുന്നത്. ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ അടുത്തതായി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നോബിൾ ബാബു നായകനായിട്ടെത്തുന്ന ഈ സിനിമ സ്ഥിരം വിനീതിന്റെ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്നും മാറി ഒരു ത്രില്ലർ പശ്ചാത്തലത്തിലാവും ഒരുങ്ങുക. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം വിശാഖ സുബ്രഹ്മണ്യൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ജോർജിയ, റഷ്യ എന്നിവിടങ്ങളിലായിട്ടാവും നടത്തപ്പെടുക. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തിൽ അമീർ ഖാൻ കാമിയോ റോളിൽ ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ റൂമറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമീർ ഖാൻ ഒരു കാമിയോ റോളിലാവില്ല, സിനിമയിൽ ഒരു കഥാപാത്രമായി തന്നെ എത്തുമെന്ന തരത്തിൽ അമീർ ഖാന്റെ ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ ദഹ എന്ന കഥാപാത്രമായിട്ടാവും അമീർ ഖാൻ എത്തുക. എന്തുതന്നെയായാലും അമീർ ഖാന്റെ ലേബലിൽ കൂലിക്ക് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു റീച്ച് ലഭിക്കുമെന്ന് തീർച്ച. ഇപ്പോൾ അമീർ ഖാനും ഒരു ലീഡ് കഥാപാത്രമായി എത്തുന്നതുകൊണ്ട് കൂലിയിൽ മറ്റാരെങ്കിലും കാമിയോ റോളിൽ എത്തുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന രാമായണ മൂവിയുടെ ആദ്യ ഇൻട്രോ വീഡിയോ ഇന്ന് പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് രാമായണ. 2 ഭാഗങ്ങളായി എത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നിതേഷ് തിവാരിയാണ്. രൺബീർ കപൂർ രാമനായും യാഷ് രാവണനുമായി വരുന്ന രാമായണയിൽ സീതയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് സായി പല്ലവിയുമാണ്. ഈ ഒരു ഇൻട്രോ വീഡിയോയ്ക്ക് തന്നെ ഒരു എപ്പിക് ഫീൽ തരാൻ മൂവി ടീമിന് സാധിച്ചിട്ടുണ്ട്. VFX വർക്കിന് പോലും ഒരു വമ്പൻ സിനിമ എന്ന ഫീൽ ഉണ്ടാക്കാനും ഈ ഒരു വീഡിയോ കൊണ്ട് സാധിച്ചെന്ന് പറഞ്ഞാൽ പ്രശംസാർഹം തന്നെ. 2026 മോസ്റ്റ് അവൈറ്റഡ് മൂവിയായി രാമായണ മാറുമെന്ന് തീർച്ച. 2 ഭാഗങ്ങളിലായി തയ്യാറാവുന്ന രാമായണയുടെ ആദ്യ ഭാഗം 2026 ദീപാവലി ദിനത്തിലും 2027 ദീപാവലി ദിനത്തിലും പുറത്തുവരും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബ്ബബ്ബ എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ജൂലൈ 4 നാളെ പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിരുന്നതാണ്. ഇതിനിടയിൽ നാളെ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ ഒരു ടീസർ ആണെന്നും ഏകദേശം 2 മിനിറ്റ് ദൈർഘ്യത്തിൽ ആ ഒരു ടീസറിന്റെ വർക്കുകൾ മൂവി ടീം കംപ്ലീറ്റ് ചെയ്തെന്നും ചില റൂമറുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിൽ പലരും കമന്റ് മുഖേന ഏത് സമയത്താണ് ബബ്ബബ്ബയുടെ അപ്ഡേറ്റ് പുറത്തു വരികയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായ ഉത്തരം നമുക്ക് നൽകാനാവില്ലെങ്കിലും നാളെ വൈകിട്ട് 6 മണിക്ക് അപ്ഡേറ്റ് പുറത്തു
വരാനാണ് സാധ്യത. ചിത്രത്തിന്റെ ടീസറാണ് വരുന്നതെങ്കിൽ നാളെ പകൽ ആ ഒരു ടീസറിന്റെ റിലീസ് സമയം മൂവി ടീം പുറത്തുവിട്ടേക്കാം. ഇതിനിടയിൽ ബബ്ബയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് എന്തെന്നാൽ ഇതുവരെ ഒരു ദിലീപ് ചിത്രത്തിന് നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബിസിനസ് പരിപാടികൾ ബബ്ബ എന്ന ചിത്രത്തിന് നടക്കുന്നു എന്നൊരു വാർത്തയെന്ന് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ ഗോകുലം മൂവീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് റിലീസ് തീയതി പോലും പ്രഖ്യാപിക്കാത്ത ഒരു ദിലീപ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. ഫാർസ് ഫിലിംസ് ആണ് വമ്പൻ തുക നൽകി ബബ്ബയുടെ ഓവർസീസ് റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കാത്തിരിക്കാൻ നാളെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റിനായി.